ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഓണം സെലിബ്രേഷനാണ്. അങ്ങനെ വലിയ സെലിബ്രേഷനൊന്നുമില്ല, ഒരു കുഞ്ഞു സെലിബ്രേഷനാണ്. ഞങ്ങൾ റാഷിൻ്റെ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ്. അപ്പം ഞാനാണ് സദ്യ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ രാത്രിയെ തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് അവിയലിന് വേണ്ടത്, സാമ്പാറിന് വേണ്ടത്, കൂട്ടുകറിക്ക് വേണ്ടത്, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് തന്നെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ 3 തരം പച്ചടികൾ ഉണ്ടാക്കുന്നുണ്ട്. പച്ചടികൾ രാത്രിയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ പച്ചടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള പച്ചടിയായിരുന്നു. അതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ലാസ്റ്റ് താളിച്ചിടാൻ പോവാണ്. ഞാൻ സദ്യ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പച്ചടികളൊക്കെ രാത്രി തന്നെ ഉണ്ടാക്കലാണ്. അപ്പോൾ രാവിലെ എളുപ്പമാവും ബാക്കിയുള്ളത് ഉണ്ടാക്കാൻ. ഇപ്പോൾ കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ പച്ചടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പൈനാപ്പിളും മത്തങ്ങയും കൂടിയിട്ടുള്ള പച്ചടിയാണത്. പിന്നെ ബീട്രൂട്ട് പച്ചടി അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും രാത്രി റെഡിയാക്കി വെച്ചാൽ നമുക്ക് രാവിലെ പിന്നെ എളുപ്പമാണ്. ഇപ്പോൾ രാവിലെ ഞാൻ സദ്യ ഉണ്ടാക്കാനായിട്ട് ബാക്കി കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയത് അവിയലായിരുന്നു. അവിയൽ റെഡി ആയിട്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് വറുത്തരച്ച സാമ്പാർ, സദ്യയൊക്കെ വറുത്തരച്ച സാമ്പാറാണല്ലോ ഉണ്ടാക്കൽ. എല്ലാ വീഡിയോസും എൻ്റെ ഇല്ല, കുറച്ച് വീഡിയോസേ ഞാൻ എടുത്തിട്ടുള്ളൂ, സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പരിപ്പ് കറിയാണ്. സദ്യേൻ്റെ പരിപ്പായിരുന്നു, ചെറുപയർ വെച്ചിട്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് താളിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിൻ്റെ വീഡിയോസൊന്നും എൻ്റെ ഇല്ല. ഇത് കൂട്ടുകറീൻ്റെ ലാസ്റ്റ് തേങ്ങ വറുത്ത് ചേർക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകറിയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ രസം, മോരുകറി, അത് രണ്ടായിരുന്നു ബാക്കി ഉണ്ടായത്, അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് പായസമാണ്. 2 തരം പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പാലട പായസവും സേമിയ പായസവും, അങ്ങനെ 2 തരം പായസമാണ് ഉണ്ടാക്കിയത്. മാങ്ങ വെച്ചിട്ടുള്ള പായസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം സദ്യക്ക് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇപ്പം മാങ്ങയില്ലാത്ത സീസൺ ആയതുകൊണ്ട് ഇത് 2 വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ലാസ്റ്റ് പുളിയിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുളിയിഞ്ചി സാധാരണ ഞാൻ വാങ്ങലാണ്, ഇത് ഫസ്റ്റാണ് ഉണ്ടാക്കിയത്. കാണാൻ അത്ര ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സദ്യ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ തന്നെയാണ് കേട്ടോ, ഞങ്ങളെ വീട്ടിലുള്ള ആൾക്കാർ മാത്രം, റാഷിൻ്റെ വീട്ടിലുള്ള ആൾക്കാർ മാത്രം, ഉമ്മ, അനിയത്തി, ഇച്ച വന്നിട്ടുണ്ട് ദുബായിൽ നിന്ന്. അപ്പോൾ ഇച്ച, വൈഫ്, മക്കൾ, സൈന, ആദമ, ഞങ്ങളെല്ലാവരുമായിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ മൂത്തമ്മ അവരും കൂടെ വിളിച്ചായിരുന്നു. ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, റാഷിൻ്റെ ബ്രദറിൻ്റെ വൈഫ്. ഇത് ഞങ്ങളെ പാത്തോ, ബ്രദറിൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങൾ സാരിയൊക്കെ കൊടുത്തായിരുന്നു, മക്കളെയും ഡ്രസ്സൊക്കെ ഇടിച്ചായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. സെയിനി ഇപ്പോൾ സദ്യ കഴിക്കുന്നുണ്ട്. ഏട്ടന് 2 മക്കൾ, പാത്തുവും പിന്നെ ഇവാന് ആദമിനും ഒരേ പ്രായം തന്നെ. അപ്പോൾ എല്ലാവരെയും ഡ്രസ്സ് ഇടിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ. സെയിനും പാത്തും ഇലയിൽ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ആദമും ഇവാനും ചെറുതാണ്. നമ്മളിങ്ങനെ ഫോട്ടോ, ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തതേ ഉള്ളൂ. അമേരിക്കയിൽ ഓണം സെലിബ്രേഷനിൽ നേരത്തെ കഴിഞ്ഞിരുന്നു. റാഷി ഫോട്ടോസും വീഡിയോസെല്ലാം അയച്ചിന്. അവിടെ ഉണ്ടാകുമ്പോൾ എപ്പോഴും ആഘോഷമാണ്. ഓണത്തിനെല്ലാം നമ്മളെ റൂമിലേക്ക് ആൾക്കാർ വരും. വേറെയും നമ്മളെ അസോസിയേഷനും എല്ലാത്തിൻ്റെയും പരിപാടിയെല്ലാം ഉണ്ടാവും, ഓണപ്പരിപാടിയെല്ലാം ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും. ഇവിടെ അങ്ങനെ നാട്ടിൽ ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യലെല്ലാം കുറവ്. പിന്നെ സദ്യ കഴിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായതുകൊണ്ട് സദ്യ ഉണ്ടാക്കി ഓണം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തതേ ഉള്ളൂ. എന്തൊക്കെ ഐറ്റംസ് നോക്കാം. 2 തരം പായസം, പുളിയിഞ്ചി, അച്ചാർ, ചിപ്സ്, ബീട്രൂട്ട് പച്ചടി, കുമ്പളങ്ങ പച്ചടി, കൂട്ടുകറി, പൈനാപ്പിൾ പച്ചടി, അവിയൽ, പിന്നെ ക്യാബേജ് തോരൻ, പഴം, പപ്പടം, പിന്നെ മോര് കറി, രസം, പച്ചമോര്, പിന്നെ പരിപ്പ് കറി, സാമ്പാർ. ഇത്രയാണ് ഓണത്തിന് ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ് ഓണസദ്യയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സാധനം പറയാൻ വിട്ടുപോയി, ചോറില്ലാതെ പിന്നെ സദ്യ ഇല്ലല്ലോ. അപ്പോൾ ചോറും അങ്ങനെ എല്ലാം കൂടെ വെച്ച് സമാധാനത്തിൽ ഞാൻ കഴിക്കാനിരുന്ന് മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് എനിക്ക് എൻജോയ് ചെയ്ത് കഴിക്കണമെന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓണസദ്യ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല സമാധാനത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ച് ഇരുന്ന് കഴിക്കുന്നുണ്ട്. കഴിച്ച എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. ഫുഡ് നന്നായി എന്ന് പറഞ്ഞു, സന്തോഷമായി. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ വൈഫും മക്കളും, ബുത്തു, പാത്തു, ഇവാന്. കഴിഞ്ഞ വർഷത്തെ ഓണം ഞങ്ങൾ അമേരിക്കയിൽ വെച്ചിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. ഇപ്പോൾ ആദമോ ചെറിയ കുഞ്ഞായിരുന്നു, 2 മാസം പ്രായമുള്ള കുഞ്ഞായിരുന്നു.
സെയിൻ്റെ ഇതുവരെയുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ സേവ് ആക്കി വെച്ചിട്ടുണ്ട് ഓണത്തിൻ്റെ എല്ലാം. പിന്നെ അത് കാണുമ്പോൾ നല്ല രസമാണ്, കുഞ്ഞു മുതൽ ഉള്ള ഫോട്ടോസെല്ലാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് എല്ലാവരെയും കൂടെ ഇങ്ങനെ മക്കളെല്ലാവരെയും പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ വീഡിയോ എല്ലാം ഇങ്ങനെ എടുത്ത്, പിന്നെ എൻ്റെയും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞങ്ങളെല്ലാവരെയും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. ഇപ്പോൾ ഇതിലൊരാൾ മിസ്സിങ് ഉണ്ട്, റാഷിൻ്റെ പെങ്ങൾ. ഒന്നിച്ചിട്ടുള്ള വീഡിയോ ഒന്നുമില്ല, ഫോട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇടുന്നുണ്ട്. ഇതാണ് റാഷിൻ്റെ പെങ്ങൾ അബി. അബിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോസ് എല്ലാം എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഒരുപാട് വീഡിയോസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.